ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. അതിലേക്ക് 2 വലിയ സ്പൂൺ മാവെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് നമുക്ക് കലക്കിയെടുക്കാം. ഇതുപോലെ ലൂസ് ആവുന്നത് വരെ കലക്കിയെടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ദോശയുടെ അകത്ത് വയ്ക്കാൻ തേങ്ങയും ശർക്കരയും 2-3 ഏലക്കായും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ദോശ ചുടുന്നതിനായി പാൻ വയ്ക്കുക. അതിലേക്ക് എണ്ണ തൂകിയ ശേഷം ദോശയുടെ മാവ് ഒഴിക്കുക. 1.5 തവി മാവാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. പരത്തി കൊടുക്കുക. ഒരു സൈഡ് വെന്ത ശേഷം മറിച്ചിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടി ചേർത്ത ആ കൂട്ട് അതിൻ്റെ നടുക്കായി വയ്ക്കുക. എന്നിട്ട് മടക്കി എടുത്ത് നമുക്ക് കഴിക്കാം. പയറ് പുഴുങ്ങിയതുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ ഉണ്ടാക്കിയ കൂട്ട് അതിനോടൊപ്പം യോജിപ്പിച്ച് അത് മുഴുവൻ സ്നാക്സായി കൊടുത്തു വിടുകയും ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ.